ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ടീച്ചർ ഹൃദ്യ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ വാക്ക് എലോൺ എന്ന് പറയുന്ന പോത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്രീസിയേഷൻ എങ്ങനെ എഴുതാമെന്നാണ്. ഇത് ആദ്യമേ കാണുന്നതിന് മുമ്പ് പോം നിങ്ങൾ ടീച്ചർ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയൊന്ന് കണ്ടതിന് ശേഷം വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിലിരിക്കുക. ഓക്കെ, ദ പോം വാക്ക് എലോൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ഈസ് എ പവർഫുൾ ആൻഡ് ഇൻസ്പയറിംഗ് പോം ദ ടീച്ചേഴ്സ് എസ് കറേജ്, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ബിലീഫ്. വോക്കലോൺ എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ പോം ശരിക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പോമാണ്. അത് നമ്മൾ എന്തൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു, കറേജ് ഉണ്ടാക്കാനും കോൺഫിഡൻസ് ഉണ്ടാക്കാനും സ്വയമായിട്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദ പോയിന്റ് എൻകറേജസ് ദ റീഡേഴ്സ് ടു മൂവ് ഫോർവേഡ് ഈവൻ വെൻ നോ വൺ സപ്പോർട്ട്സ് ഓർ ഫോളോവേഴ്സ്. ആരും നമ്മളുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും നമ്മളെ ഫോളോ ചെയ്യാനില്ലെങ്കിലും നമ്മുടെ കൂടെ വരാൻ ആരും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മുൻപോട്ട് തന്നെ പോവുക എന്ന് നമ്മളെ എന്ത് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. Tagore says that sometimes people may not listen, help or agree with you. ചില സമയത്ത് നമ്മളുടെ കൂടെ ആളുകൾ എന്ത് ചെയ്യില്ല, നമ്മളെ കേൾക്കാനോ നമ്മളെ സഹായിക്കാനോ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പോലും ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് ടാഗോർ പറയാണ്. ബട്ട് യു മസ്റ്റ് കീപ് വാക്കിംഗ് അലോൺ ഓൺ ദ റൈറ്റ് പാത്ത്. നിങ്ങൾ ആ ശരിയായ വഴി കൂടെ, ആ ശരിയായ പാത്തിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നടന്നുകൊണ്ടേയിരിക്കണം. ദ പോയം ഗീവ്സ് us എ മെസ്സേജ് ഓഫ് സ്ട്രെങ്ത്, ഡിറ്റർമിനേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. നമുക്ക് ശരിക്കും ഉള്ളൊരു സ്ട്രെങ്ത്തും ഒരു ദൃഢതയ്ക്കും അതുപോലെ തന്നെ എന്താണ്, ഒറ്റയ്ക്ക് നടക്കാനുള്ള, ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ആ ഒരു ഇൻഡിപെൻഡൻസിനെയുമാണ് ആ ഒരു മെസ്സേജ് കാണിക്കുന്നത്. ഇറ്റ് ടെൽസ് us to brave enough to stand alone for truth and justice even when others are silent or afraid. അപ്പം നമ്മളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രേവായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് സത്യം പറയാൻ നമുക്ക് എന്തുണ്ടായിരിക്കണം, ധൈര്യം ഉണ്ടായിരിക്കണം. എപ്പോഴായാലും നമ്മുടെ കൂടെ ആരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, the language of the poem is simple but full of emotion and motivation. The repetition of the line walk alone makes the message stronger. അപ്പോൾ ഈ പോയത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളും വളരെ ഇമോഷണൽ ആയിട്ടുള്ളതും വളരെ എൻകറേജിങ് അല്ല, മോട്ടിവേറ്റ് ചെയ്യുന്നതുമാണ്. വോക്ക് അലോൺ എന്ന് പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മളെ എന്ത് ചെയ്യാനായിട്ടാണ്, മെസ്സേജ് കാണിക്കുന്നത് സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി, നമ്മളെ നല്ല പവർഫുൾ ആക്കാൻ വേണ്ടി. ഇറ്റ് ഗീവ്സ് എസ് എ ഫീലിംഗ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. ഇത് ശരിക്കും നമുക്കൊരു ആത്മവിശ്വാസവും ധൈര്യവുമാണ് കാണിച്ചു തരുന്നത്. ദ തീം ഓഫ് ദ പോയം ഇസ് സെൽഫ് റിലയൻസ്, ബ്രേവറി ആൻഡ് പെർസിവറൻസ്. നമുക്ക് ഈ ഒരു പോത്തിൻ്റെ തീം എന്ന് പറയുന്നത് ശരിക്കും സെൽഫായിട്ടോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതും ധൈര്യത്തോടെ നിൽക്കുക എന്നുള്ളതും, എന്താണ്, ആരെയും ആശ്രയിക്കാതെ സ്വയം ആയിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു തീമാണ് നമുക്കിതിന് കാണിച്ചു തരുന്നത്. ഇറ്റ് ഇൻസ്പയർസ് പീപ്പിൾ ടു ഫോളോ ദെയർ ഹാർട്ട്സ് ആൻഡ് ഡു വാട്ട് ഈസ് റൈറ്റ് നോ മാറ്റർ ഹൗ ഡിഫിക്കൽട്ട് ദ ജേർണി ഈസ്. ഈ ഒരു പോം നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾക്ക് എന്താണെന്ന് ശരിയാണെന്ന് തോന്നുന്നു, അതിലേക്ക് തന്നെ നിങ്ങൾ സഞ്ചരിക്കുക. ആ വഴി എത്ര ഡിഫിക്കൽട്ട് തന്നെ ആയാലും നിങ്ങൾ അതിലേക്ക് തന്നെ സഞ്ചരിക്കുക. അങ്ങനെയാണ് കവി പറയുന്നത്. ഓക്കെ, ടീച്ചറുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ.